Hi, welcome to Chef's Corner. ഇന്നുണ്ടാക്കുന്നത് ഒരു അറേബ്യൻ റൈസാണ്, സുർബിയൻ റൈസ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് 1 കിലോ ചിക്കനും 1 കിലോ അരിയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ബിരിയാണി കബ്സ മന്തി അതിൻ്റെ ഒന്നും ഒരു ടേസ്റ്റ് അല്ല, അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ അധികം നെയ്യൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ മയക്കോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യണില്ല. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം ഇതിലേക്ക് വേണ്ടത് ഒരു 5 സവാളയാണ്. ഇനി ഒരു മീഡിയം സൈസ് സവാളയാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ എടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് അതിലിട്ട് പൊരിച്ച് കോരണം. ഇനി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ പൊരിക്കണം. ഇത് തീരെ കരിയാതെ നോക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചോറിൻ്റെ രുചി മാറി. അപ്പോൾ നമ്മളുടെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. പൊരിച്ച് വെച്ചതിൻ്റെ ഒരു ഹാഫ് ഉള്ളി ഒരു പാത്രത്തിലെടുക്കുക. അതിലേക്കൊരു 6 വെളുത്ത ഉള്ളിയുടെ അല്ലി. അപ്പോൾ ഇത് ഞാൻ വലിയ സൈസ് ആയതുകൊണ്ട് ചെറുതാണെങ്കിൽ അതിൽ കൂടുതലെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ബിരിയാണി മസാല, 200 ഗ്രാം തൈര്. അപ്പോൾ നമുക്ക് വേണ്ട എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർത്തിട്ട് ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ 1 കിലോ ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ആ ചിക്കൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതെന്തിനാ ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ ചോറ് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങും കഴിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണിത്. മസാല ഒക്കെ പുരട്ടി ചിക്കൻ ഒരു 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഇനി ഒരു കുഴിയുള്ള പാത്രത്തിൽ അരി വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം വെക്കുക. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകം, പിന്നെ ഒരു 7 ഏലക്ക, ഒരു 3-4 കഷ്ണം പട്ട, ഒരു 5-6 ഗ്രാമ്പൂ, 5-6 കുരുമുളക്. ഇനി ഇതിലേക്ക് ആ ചോറിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തതുകൊണ്ട് ചോറിന് കണക്കാക്കിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വൈറ്റ് ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കപ്സയുടെ അരി വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. ഇനി അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മിലിടാനുള്ളതാണ്. അപ്പോൾ ഒരു 50% വേവാകുമ്പോൾ അത് ഊറ്റിയെടുക്കണം. അപ്പോൾ ഇനി ദമ്മിലിടാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 50 ഗ്രാം ബട്ടറും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി മസാല പുരട്ടി മാറ്റി വെച്ച് ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത സവാള ഉണ്ടല്ലോ, അതിൽ നിന്ന് വീണ്ടും പകുതി എടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകൾക്ക് ചോറിട്ട് കൊടുക്കാം. ബാക്കി ഫ്രൈ ചെയ്ത ഉള്ളിയും ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം.
ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വറുക്കണ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി അടച്ച് വെച്ചിട്ട് ചെറു തീയിൽ ഒരു അരമണിക്കൂർ ദമ്മിലിടണം. ഞാനിത് ഇതിൻ്റെ അടിയിലൊരു പഴയ ഒരു പാന് വെച്ചിട്ടുണ്ട്, ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ കിടക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സുർബിയൻ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ വേണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കേണ്ടതാണെങ്കിൽ നമുക്കിത് കുക്കറിലും വെക്കാം കേട്ടോ. കുക്കറിൽ ഇതൊരു വിസിൽ വരുന്നത് വരെ അങ്ങനെ വേവിച്ചെടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് ചിക്കനും റൈസും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഒന്നിച്ച് മിക്സ് ആക്കിയിട്ടാണ് ഇത് വിളമ്പുക. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്സ് തരിക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ചാനലിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.